ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് ഇതിഹാസമായ സെർജിയോ റാമോസ് നിലവിൽ മെക്സിക്കൻ ക്ലബ്ബായ മോണ്ടറിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു ഗോളൊക്കെ നേടാൻ സെർജിയോ റാമോസിന് കഴിഞ്ഞിരുന്നു. മെക്സിക്കൻ ലീഗിൽ 8 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളാണ് ഈ സെൻറ്റർ ബാക്ക് നേടിയിട്ടുള്ളത്. അതായത് മികച്ച പ്രകടനം സെർജിയോ റാമോസ് നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇതിനിടെ മുൻ കൊറിന്ത്യൻസ് ലീഗൽ ഡയറക്ടർ ആയിരുന്ന വിനീഷ്യസ് കാസ്കോനെ സെർജിയോ റാമോസുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. സെർജിയോ റാമോസിന് ബ്രസീലിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. കൊറിന്ത്യൻസിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഫലം കണ്ടില്ല. പണമാണ് തടസ്സമായത് എന്നൊക്കെയാണ് കൊറിന്ത്യൻസിന്റെ മുൻ ലീഗൽ ഡയറക്ടർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിനീഷ്യസ് കാസ്കോനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കാൻ സെർജിയോ റാമോസ് ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികപരമായി അതിന് കഴിഞ്ഞില്ല. പുറത്തുനിന്നും പറ്റിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. റാമോസിന്റെ സഹോദരൻ പോസിറ്റീവായ ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ പണമായിരുന്നു പ്രശ്നം. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യമായ പണം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയി. ഇതാണ് ഇപ്പോൾ മുൻ കൊറിന്ത്യൻസ് ലീഗൽ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. സെർജിയോ റാമോസിന് ബ്രസീലിയൻ ലീഗിൽ കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അത് സാധിക്കാതെ പോവുകയായിരുന്നു. നമുക്കറിയാം, ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലാണുള്ളത്. മെംഫിസ് ഡീപ്പയുണ്ട്, അതുപോലെ തന്നെ തിയാഗോ സിൽവയുണ്ട്. അങ്ങനെ ഒരുപാട് സൂപ്പർ താരങ്ങൾ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ലീഗിലെ ക്ലബ്ബുകൾ തങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.